ഏവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. കമ്പനി ബോർഡ് LGS, ബെവ്കോ, LDC എന്നീ 10th പ്രിലിംസ്, അതായത് 10th പ്രിലിംസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2025 10th പ്രിലിംസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ വ്യത്യസ്തമായത് ഏത് എന്നാ ചോദിച്ചേക്കുന്നത്? വ്യത്യസ്തമായത് ചതുരം, ത്രികോണം, സാമാന്തരികം, ലംബകം. ത്രികോണത്തിന് മാത്രം 3 വശമാണ്, ബാക്കിയുള്ള എല്ലാം 4 വശമുള്ള ചിത്രങ്ങളാണ്. അതുകൊണ്ട് ത്രികോണമാണ് ഉത്തരം. ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ത്രികോണമാണ്. ഇനി ഓസ്കാർ ഈസ്റ്റ് സിനിമ, അതേ ബന്ധം വേണം നമുക്ക് ഇവിടെയും വരാൻ. ബുക്കർ ഓസ്കാർ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ടതാണ്. ബുക്കർ സാഹിത്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, സാഹിത്യം. ഇവിടെ വ്യത്യസ്തമായത് ചതുരം, ത്രികോണം, സാമാന്തരികം, ലംബകം. ത്രികോണം 3 വശമുള്ളത്, ബാക്കിയെല്ലാം 4 വശം. ഓസ്കാർ സിനിമയായിട്ട് ബന്ധപ്പെട്ടതാണ്. ബുക്കർ സാഹിത്യ മേഖലയിലുള്ള. 4/3 ഡിവൈഡഡ് ബൈ 4 ഹരണം 4 പ്ലസ് 2/3 വില എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ ബോട്ട് മാസ് നിയമം വെച്ച് ചെയ്യണം. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റ് ചെയ്യുക. ഓഫ് എന്ന് പറയുന്നത് ഇൻറ്റു ആണ്. ഡിവിഷൻ ഹരണം, മൾട്ടിപ്ലിക്കേഷൻ ഗുണനം, പിന്നെ സങ്കലനം, പിന്നെ വ്യവഹാരം. ഡിവിഷൻ സബ്ട്രാക്ഷൻ. അപ്പോൾ ഈ രീതി വേണം ചെയ്യാൻ. ഇവിടെ ഡിവിഷനും അഡീഷനും ആവുള്ളത്, അതായത് ഹരണവും കൂട്ടലും ആവുള്ളത്. അപ്പോൾ ഹരണം ഒന്ന് ചെയ്യണം. 4/3 ഡിവൈഡഡ് ബൈ 4. 4 എന്ന് പറഞ്ഞാൽ 4/1 ആണ്. ഇവിടെ 2 ഫ്രാക്ഷനുകൾ, 2 ഭിന്നസംഖ്യകൾ ഹരിക്കാൻ വന്നാൽ എന്തുകൊണ്ടാണോ ഹരിക്കേണ്ടത് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. 4/3 ഗുണം 4/1 തിരിച്ചിടുമ്പോൾ 1/4. പിന്നെ ഇവിടെ എന്തോ ഉള്ളത് പ്ലസ് 2/3. ഈ 4 കട്ടായി പോകും, താഴെ മുകളിൽ സമം. പിന്നെ മുകളിലൊരു 1 ഉണ്ട്, താഴെ ഒരു 3 ഉണ്ട്. 1/3 പ്ലസ് 2/3 സമം. ഇത് ഛേദം 2 ഒരുപോലെ ആയതുകൊണ്ട് വെറുതെ അങ്ങ് ക്രിയ ചെയ്താൽ മതി. 1 പ്ലസ് 2/3, അതായത് 3/3 കിട്ടും. 1 ആണ്. ഓപ്ഷൻ എ ആണ്. ഇങ്ങനെയുള്ള കണക്കുകൾ ക്രിയ ചെയ്യാൻ വന്നാൽ ബോട്ട് മാസ് നിയമം വെച്ച് വേണം ചെയ്യാൻ. ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ആ ക്രമത്തിന് വേണം ചെയ്യാൻ. ഇവിടെ ഡിവിഷനും അഡീഷനും മാത്രമേ ഉള്ളൂ, ഹരണവും കൂട്ടലും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹരണം ഒന്ന് ചെയ്യണം ആദ്യം. 4/3 ഡിവൈഡഡ് ബൈ 4 കൊണ്ട് ഹരിക്കുക. 4 എന്ന് പറഞ്ഞാൽ അത് 4/1 ആണ്. അപ്പോൾ ആ 2 ഭിന്നസംഖ്യകൾ ഹരിക്കാൻ വന്നാൽ 4/3 മറ്റേ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. 1/4 പ്ലസ് 2/3. 4 കട്ടായി പോയിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 1/3 പ്ലസ് 2/3 സമം 1. പിന്നെ വെറുതെ ക്രിയ ചെയ്താൽ മതി. ഛേദം 2 ഒരുപോലെ. 1 പ്ലസ് 2/3 1 കിട്ടും. 3 വ്യത്യസ്ത റോഡ് ക്രോസിങ്ങിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം 30, 36, 48 എന്നീ സെക്കൻഡുകളിൽ മാറുന്നു. രാവിലെ 7 മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്താണെന്ന ചോദ്യം. അപ്പോൾ നമുക്കതിന് ഈ ആദ്യത്തേത് 30 സെക്കൻഡ്, രണ്ടാമത്തേത് 36 സെക്കൻഡ്, മൂന്നാമത്തേത് 48 സെക്കൻഡ്. ആണെങ്കിൽ ഇതിൻ്റെ എല്ലാം ലസാഗ് കാണും, LCM കാണുക. 30, 36, 48 3 വരുമ്പോൾ 3, 10, 30, 12, 3, 36, 16, 48. പിന്നെയും 2 പറ്റും. 2, 5, 2, 6, 12, 2, 8, 16. ഇവിടെ 2, 6 പറ്റും, 2 പറ്റും. പറ്റാത്ത അങ്ങനെ തന്നെ എഴുതും. 5, 2, 3, 6, 2, 4, 8. ഇനിയും പറ്റാത്തതുകൊണ്ട് വെറുതെ മൊത്തം കൂടിച്ച് എഴുതിയാൽ മതി. 3 ഗുണം 2 ഗുണം 2 ഗുണം 3, 5 ഗുണം 3 ഗുണം 4, 720 കിട്ടും. 720. അപ്പോൾ അവിടെ 720 സെക്കൻഡാണ്. നമ്മുടെ ഓപ്ഷനിലെല്ലാം മിനിറ്റിലാക്കി വന്നേക്കുന്നത്. സെക്കൻഡിലെ മിനിറ്റിനാക്കണമെങ്കിൽ 60 കൊണ്ട് ഹരിച്ചാൽ മതി. 720/60. 720 സെക്കൻഡാണ്. അത് മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഹരിക്കുക. അതായത് 12 മിനിറ്റിന് ശേഷമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 12 മിനിറ്റിന് ശേഷം. അതായത് ആദ്യത്തെ ലൈറ്റ് 30 സെക്കൻഡ്, രണ്ടാമത്തെ ലൈറ്റ് മാറുന്നത് 36 സെക്കൻഡ്, മൂന്നാമത്തെ ലൈറ്റ് മാറുന്നത് 48 സെക്കൻഡ്. ഇതിൻ്റെ 3ൻ്റെയും കൂടെ LCM കാണും, ലസാഗു കാണും. ലസാഗു കാണുമ്പോൾ നമുക്ക് 720 കിട്ടും. 720 കിട്ടിയാൽ 720 സെക്കൻഡാണ്. നമ്മുടെ ഓപ്ഷനിലെല്ലാം മിനിറ്റിലാണ്. അതുകൊണ്ട് സെക്കൻഡിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഹരിക്കുക. നമുക്ക് 12 മിനിറ്റിന് ശേഷം
ആദ്യം 7 മണിക്ക്, രാവിലെ 7 മണിക്ക് ഇത് ഒരുമിച്ച് മാറുകയാണെങ്കിൽ പിന്നെ എത്ര സമയം കഴിഞ്ഞാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 720 സെക്കൻഡാണ് നമുക്ക് കിട്ടിയ LCM. സെക്കൻഡ് നമുക്ക് മിനിറ്റിലാണ് ഓപ്ഷനിലല്ല ഉത്തരം, അതുകൊണ്ട് മിനിറ്റ് ആക്കണം. 60 കൊണ്ട് ഹരിക്കുക. 12 മിനിറ്റിന് ശേഷം ഓപ്ഷൻ ഡി ആണ്. ഇവിടെ തുടർച്ചയായ 5 സംഖ്യകളുടെ ശരാശരി 51 തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം തെറ്റാണ്, ക്വസ്റ്റ്യൻ റദ്ദാക്കിയിട്ടുണ്ട്. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടേതെന്നാണ് ചോദിച്ചതെങ്കിൽ അതായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ എണ്ണൽ സംഖ്യകളാകുമ്പോൾ ഓരോ നമ്പർ കൂടി വരുമല്ലോ. ഇപ്പം ഒത്ത മധ്യത്തുള്ളതായിരിക്കും ശരാശരി, അതായത് ഒത്ത മധ്യത്ത് 51, വലത്തോട്ട് 2 സംഖ്യ 52, 53, ഇടത്തോട്ടും 2 സംഖ്യ, ആകെ 5 അല്ലേ, ഇടത്തോട്ട് കുറഞ്ഞു വരും 50, 49. അപ്പോൾ ഒത്ത മധ്യത്തുള്ളതായിരിക്കും. അതിൻ്റെ ശരാശരി 51 തന്നിട്ടുണ്ടായതുകൊണ്ട് 51, അപ്പുറം 2 ഇപ്പുറം 2, അപ്പോൾ ആകെ 5. അപ്പോൾ ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ ശരാശരി എങ്ങനെ വരും? ഒത്ത മധ്യത്തിലുള്ളത് വരും. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളാണ് ചോദിച്ചത്, അതായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇവിടെ ക്വസ്റ്റ്യൻ തെറ്റാണ്. ഇവർ ചോദിച്ചേക്കുന്ന 5 സംഖ്യകളുടെ ശരാശരി 51. അങ്ങനെയാണെങ്കിൽ അത് ചെറിയ സംഖ്യ. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ എന്നാണെങ്കിൽ ക്വസ്റ്റ്യൻ ശരിയാണ്. അപ്പോൾ നമ്മൾ 51 എഴുതുക, ശരാശരി ഒത്ത മധ്യത്ത്. ബാക്കി വലത്തോട്ട് 2 സംഖ്യ, ഇടത്തോട്ട് കുറഞ്ഞു വരും 2 സംഖ്യ, 50, 49. അതിൽ ഏറ്റവും ചെറുത് 49. ഓപ്ഷൻ എ ആണ്. അങ്ങനെയാണ് ചോദിച്ചെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ അയച്ചെങ്കിൽ 53 മധ്യത്തിൽ വരും ശരാശരി. എക്സ് സാധനങ്ങൾ വാങ്ങുമ്പോൾ വൈ സാധനങ്ങൾ വെറുതെ ലഭിക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം കാണാൻ ഒരു ഫോർമുല ഉണ്ട്. y/x+y × 100. y/x+y × 100. ഇവിടെ 3 പേന വാങ്ങിയപ്പോൾ 1 പേന ഫ്രീ ആയിട്ട് ലഭിച്ചു. അതായത് എക്സ് എന്ന് പറയുന്നത് 3, വെറുതെ ലഭിച്ചത് 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസ്കൗണ്ട് ശതമാനം കാണാൻ സമം y/x+y × 100%. അതായത് 1/3 + 1, 1/3 + 1 × 100, അതായത് 1/4 × 100. 100നെ 4 വെച്ച് ഹരിക്കും. 1 × 100/4, 100നെ 4 വെച്ച് ഹരിക്കുമ്പോൾ 25%. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 25%. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ അതിന് കുറേ ഷോർട്ട് കട്ട് മെത്തേഡുകളൊക്കെ ഉണ്ട്. ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻസ്, 2300 പരം ലോങ് വീഡിയോസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും, 2300 പരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കമ്പനി ബോർഡ് ജസ്റ്റ് 10th പ്രിലിംസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആവശ്യമുള്ള നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.